അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കോംപ്ലക്സ് നമ്പേഴ്സ് അതിൻ്റെ ജനറൽ ഫോം പറഞ്ഞു അല്ലേ? എന്താണ് കോംപ്ലക്സ് നമ്പറിൻ്റെ ജനറൽ ഫോം എന്ന് പറയുന്നത്? എ പ്ലസ് ഐ ബി ആണെന്ന് പറയും. ഇവിടെ എ എന്നത് എന്താണ്? റിയൽ പാർട്ടാണ്. ബി എന്താണ്? ഇമാജിനറി പാർട്ടാണ്. അതിന് എക്സാമ്പിളും തന്നു. ഇപ്പോൾ 3+4i എന്ന ഒരു കോംപ്ലക്സ് നമ്പർ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഈ 3 ആണ് റിയൽ പാർട്ട്, 4 എന്ന് പറയുന്നത് എന്താണ്? ഇമാജിനറി പാർട്ടാണ്. ഇതിൽ അഡിഷൻ പറഞ്ഞു, സബ്ട്രാക്ഷൻ പറഞ്ഞു, അതിൻ്റെ പ്രോപ്പർട്ടീസ് എല്ലാം പറഞ്ഞു. ഓർമ്മയുണ്ടല്ലോ? അതെല്ലാം നിങ്ങൾ നോക്കിക്കണം. ഇനി നമുക്ക് ഇന്നിപ്പോൾ നോക്കാനുള്ളത് പവേഴ്സ് ഓഫ് ഐ. കഴിഞ്ഞ ക്ലാസ്സിലൊരു ഹോംവർക്കായിട്ട് ഞാൻ തന്നതാണ്. പവേഴ്സ് ഓഫ് ഐ, ഐയുടെ പവറുകൾ. അപ്പോൾ അതിൽ എന്തൊക്കെ പറഞ്ഞു? i² = -1 ആണെന്ന് പറയും അല്ലേ? i³ ആവുമ്പോൾ ഈ i² × i എഴുതാം. i² ആകുമ്പോൾ -1 × i. അപ്പോൾ ആൻസർ -i എന്ന് വരും. i⁴ കാണാനായിട്ട് i² ഇങ്ങനെ എഴുതിയാലും മതി. i² = i² = -1 ആണ്. -1² = 1 ഇങ്ങനെ പറയും. ഇനി i⁵ കാണാനായിട്ട് i⁴ × i എന്ന് എഴുതാം. i⁴ ഇവിടെ ചെയ്ത് കഴിഞ്ഞു, 1 ആണ്. × i = ആൻസർ എന്ത് തന്നെ വരും? i തന്നെ വരും. ഇനി i⁵ ആണെങ്കിൽ i⁵ × i = i⁵ എന്താണ്? i ആണ്. ഇൻറ്റു വീണ്ടും i × i, i². എന്താണെന്ന് പഠിച്ചു കഴിഞ്ഞു, -1. i⁵ എടുത്താലും i⁵ × വീണ്ടും i = i⁵ എന്താണ്? i⁵ -1 ആണ്. × i = -i. i⁸ ആണെങ്കിലോ രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്നുകിൽ i⁷ × i അല്ലെങ്കിൽ i⁴² ഇങ്ങനെ എഴുതിയാലും മതി. 4 2 8 അല്ലേ? i⁴ ആകുമ്പോൾ ഇവിടെ ചെയ്തിട്ടുണ്ട് 1² എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? 1. ഇനി i⁹ ചെയ്യേണ്ടി വന്നാലോ i⁸ × വീണ്ടും i = i⁸ 1 ആണ്. 1 × i ആൻസർ എന്ത് തന്നെ വരും? i തന്നെ വരും. i⁻10 ചെയ്യേണ്ടി വന്നാലോ ഒന്നുകിൽ i⁹ × i എന്ന് എഴുതാം. മറ്റൊരു വഴി i⁵ അങ്ങനെ എഴുതാം. i⁵ എന്താണ്? i ആണല്ലോ. i². i⁵ i ആണ്, അതിൻ്റെ സ്ക്വയർ. i² എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? -1. ഈ രീതിയിൽ നമുക്ക് ഐയുടെ ഏത് പവറും എഴുതാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ എഴുതുമ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് i² -1, i³ -i, i⁴ 1, i⁵ i, i⁵ -1, i⁷ -i, i⁸ 1. ഈ ഒരു ഓർഡറിലാണ് പോകുന്നത്. അപ്പോൾ ഈ ഒരു ഓർഡറിൽ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിനകത്ത് 1 എന്ന ഒരു ആൻസർ കിട്ടുന്നുണ്ട്, 1 കിട്ടുന്നുണ്ട്. പിന്നെ കിട്ടുന്നത് i കിട്ടുന്നുണ്ട്. അടുത്ത ആൻസറായിട്ട് -1 വരുന്നുണ്ട്. പിന്നെ വരുന്നത് -i. നോക്കൂ, ശരിയല്ലേ? 1, i, -1, -i. ഈ 4 ആൻസർ മാത്രമാണ് ഐയുടെ പവറായിട്ട് വരുന്നത്. i⁴ ആയാലും 5, 6, 7, 8, 9 അങ്ങോട്ടുള്ള ഏത് പവേഴ്സ് എടുത്താലും അതിൻ്റെ റൈറ്റ് സൈഡ് നമ്മൾ എഴുതുന്ന ആൻസറിൽ ഒന്നുകിൽ 1 ആയിരിക്കും, അല്ലെങ്കിൽ i ആയിരിക്കും, അല്ലെങ്കിൽ -1 ആയിരിക്കും, അല്ലെങ്കിൽ -i ആയിരിക്കും. വേറെ നമ്പേഴ്സ് ഒന്നും വരുന്നില്ല. ഈ 4 എണ്ണം മാത്രം വന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ അതിൽ നിന്ന് എന്തെങ്കിലും ഒരു ഫോർമുല നമുക്കിവിടെ ഫോം ചെയ്യാൻ പറ്റുന്നത് 1i -1i. നോക്കൂ, 1i -1 -i, വീണ്ടും 1i -1. അപ്പോൾ i⁻11 കണ്ടുപിടിച്ചാൽ എന്തായിരിക്കും? -i ആയിരിക്കും. അപ്പോൾ എന്താണ് അതിൻ്റെ എളുപ്പവഴി? എന്തെങ്കിലും കണ്ടെത്താൻ പറ്റുന്നുണ്ടോ? നമുക്ക് മനസ്സിലാക്കും. അപ്പോൾ i⁴ എടുത്തപ്പോൾ 1 കിട്ടുന്നു. എന്നിട്ട് നമുക്ക് i⁸ എടുത്താലും എന്ത് തന്നെ കിട്ടുന്നു? 1 തന്നെ കിട്ടുന്നു. അപ്പോൾ i⁻12 എടുത്താലും
എന്ത് തന്നെ കിട്ടുന്നു? 1 തന്നെ കിട്ടുന്നു. അപ്പോൾ എന്താണ് ആ പ്രത്യേകത? I റൈസ് ടു 5 എടുക്കുമ്പോൾ I കിട്ടുന്നു. അതേപോലെ I റൈസ് ടു 10, I റൈസ് ടു 5 എടുക്കുമ്പോൾ I കിട്ടുന്നു. I റൈസ് ടു 5 എടുത്താൽ I കിട്ടുന്നു. അപ്പോൾ I റൈസ് ടു 9 എടുത്താലും എന്ത് തന്നെ കിട്ടുന്നു? I തന്നെ കിട്ടുന്നു. അപ്പോൾ എന്താണ് അതിൻ്റെ പ്രത്യേകത? ഇനി I റൈസ് ടു 13 കണ്ടുപിടിച്ചാൽ അപ്പോൾ കിട്ടുന്നത് എന്തായിരിക്കും? കണ്ടോ, ഇങ്ങോട്ട് വരുമ്പോൾ വീണ്ടും അത് I ആയിരിക്കും. അതുപോലെ ഓരോന്നിലും ആ പ്രത്യേകത കണ്ടെത്താൻ പറ്റും. അപ്പോൾ എന്താണ് വഴി? എന്താണ്? ഇതിൽ നിന്ന് നമുക്കൊരു ഫോർമുല പറയാം. I റൈസ് ടു 4k ആണെങ്കിൽ എല്ലായ്പ്പോഴും ആൻസർ 1 ആയിരിക്കും. ശരിയല്ലേ? I റൈസ് ടു 4ന്റെ മൾട്ടിപ്പിൾസ്, 4ന്റെ മൾട്ടിപ്പിളിനെയാണ് ഞാൻ 4k എന്ന് എഴുതിയിരിക്കുന്നത്. 4k എന്ന് പറഞ്ഞാൽ kയുടെ പ്ലേസിൽ 1 കൊടുക്കുമ്പോൾ 1 × 4 4 കിട്ടും. kക്ക് 2 കൊടുത്താൽ 4 × 2 8 കിട്ടും. kക്ക് 3 കൊടുത്താൽ 4 × 3 12 കിട്ടും. അങ്ങനെ ഐയുടെ പവറായിട്ട് 4ന്റെ മൾട്ടിപ്പിൾസ്, 4ന്റെ മൾട്ടിപ്പിളായിട്ട് ഏത് പവർ ഐക്ക് വന്നാലും ആൻസർ എന്ത് തന്നെയായിരിക്കും? 1 തന്നെയായിരിക്കും. അപ്പോൾ അടുത്തത്, രണ്ടാമത്തത്, തൊട്ടടുത്ത നമ്പർ 4ന്റെ മൾട്ടിപ്പിൾ പ്ലസ് 1 എന്ന് പറഞ്ഞാൽ ഇപ്പോൾ I റൈസ് ടു 4 കഴിഞ്ഞിട്ട് 5 എടുത്താൽ, അല്ലെങ്കിൽ I റൈസ് ടു 9 എടുത്താൽ, I റൈസ് ടു 13 എടുത്താൽ ആൻസർ അവിടെയെല്ലാം എന്ത് തന്നെയായിരിക്കും? I തന്നെയായിരിക്കും. അതാണ് ഈ രണ്ടാമത് വരുന്നത്. കണ്ടോ, I ആയിരിക്കും. അപ്പോൾ I റൈസ് ടു 4k പ്ലസ് 2 എടുത്താലോ? 4k പ്ലസ് 2, 4ന്റെ മൾട്ടിപ്പിൾ കഴിഞ്ഞിട്ട് അടുത്ത രണ്ടെണ്ണം പ്ലസ് 2, അപ്പോൾ 6 കണ്ടോ, -1 ആയിരിക്കും. നോക്കിയാൽ അവിടെയെല്ലാം -1 ആയിരിക്കും. I റൈസ് ടു 4k പ്ലസ് 3 വന്നാലോ അപ്പോഴും എന്തായിരിക്കും? -I ആയിരിക്കും. അപ്പോൾ ഈ 4 കാര്യങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. കണ്ടോ, അപ്പോൾ ഐയുടെ ഏത് പവറും നമുക്ക് വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. ഐയുടെ പവർ 4ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ ആൻസർ എന്തായിരിക്കും? 1 ആയിരിക്കും. 4ന്റെ മൾട്ടിപ്പിൾ പ്ലസ് 1, I റൈസ് ടു 4k പ്ലസ് 1 വന്നാൽ ആൻസർ എന്ത് തന്നെയായിരിക്കും? I ആയിരിക്കും. 4k പ്ലസ് 2 വന്നാൽ -1 ആയിരിക്കും. 4k പ്ലസ് 3 വന്നാലോ? -I ആയിരിക്കും. അപ്പോൾ ഈ ഓർഡറിൽ പഠിക്കണം. 1 അതിന് നേരെ ഓപ്പോസിറ്റ് ഉണ്ട്, -1. ഇവിടെ I -I. അപ്പോൾ ഇതൊരു സബ്ട്രാക്ട് വരും. 1 I -1 -I. എഴുതുമ്പോൾ അത് എളുപ്പവഴി എന്ന് പറയാം 1, അതിന് നേരെ ഓപ്പോസിറ്റ് -1. ഇവിടെ I, ഇവിടെ എന്താണ്? -I. ഇത് തന്നെ ഇങ്ങനെ കറങ്ങി വരും. അപ്പോൾ 4ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ 1, 4ന്റെ മൾട്ടിപ്പിൾ പ്ലസ് 1 ആകുമ്പോൾ I, 4ന്റെ മൾട്ടിപ്പിൾ പ്ലസ് 2 ആകുമ്പോൾ -1, വീണ്ടും പ്ലസ് 3 ആകുമ്പോൾ -I. ഇങ്ങനെ ഐയുടെ ഏത് പവറും നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും ഒന്ന് എഴുതിയെടുക്കണം. ഇതെല്ലാം ഒന്ന് എഴുതിയിട്ട് ആ ബോക്സിൽ ആ ഫോർമുല കൃത്യമായിട്ട് കൊടുക്കണം. അപ്പോൾ എൻട്രൻസിനൊക്കെ ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ചോ. നമുക്ക് ഇനി പ്രോബ്ലത്തിലേക്ക് പോകാം. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്: എക്സ്പ്രസ് ദ ഫോളോയിങ് ഇൻ ദ ഫോം A + IB. ഞാൻ ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് തരും, നിങ്ങൾ അതിനെ A + IB ഫോമിലാക്കി എഴുതണം. അതിലൊരു എക്സാമ്പിൾ ചെയ്യാം. -5i × 1/8i. പ്രോഡക്റ്റ് ഫോമിൽ തരിക. -5i × 1/8i. ഈ ക്വസ്റ്റ്യൻ ഇത് മൾട്ടിപ്ലൈ ചെയ്ത് A + IB ഫോമിലാക്കണം. എന്ന് പറഞ്ഞാൽ ജനറൽ ഫോം, റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും തിരിച്ച് നിങ്ങൾ എഴുതാം. അപ്പോൾ അതിന് ചെയ്യേണ്ടത്, ഇവിടെ ഇപ്പോൾ ഒറ്റ ടേമായിട്ട് തന്നെ വരേണ്ടത്, ഒരു ടേം, ഇത് അടുത്തത്, അങ്ങനെ മൾട്ടിപ്ലൈ ആണ്. അപ്പോൾ ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. -5 × 1/8 അതെന്താവും? -5/8. ശരിയല്ലേ? -5 × 1/8 -5/8. I × I ആകുമ്പോഴോ I² = -5/8 × ഐയുടെ പവേഴ്സ് നേരത്തെ പഠിച്ചു കഴിഞ്ഞു. I² എന്താണ്? നമ്മളെല്ലാം പറഞ്ഞതാണ്. I² എന്ന് പറഞ്ഞാൽ -1 ആണ്. = -5/8 × -1 ആകുമ്പോൾ മൈനസ് പ്ലസ് ആകുമല്ലോ, 5/8 എന്ന് വരും. ഒരൊറ്റ ടേം മാത്രമേ വരുന്നു. റിയൽ പാർട്ട് മാത്രമേ ഉള്ളൂ ഇവിടെ. അപ്പോൾ ഈ ഒരു റിയൽ പാർട്ട് മാത്രം വരുന്ന ഈ നമ്പറിനെ കോംപ്ലക്സ് നമ്പർ A + IB ഫോമിലേക്ക് മാറ്റാൻ 5/8 അവിടെ റിയൽ പാർട്ടേ ഉള്ളൂ, ഇമാജിനറി പാർട്ട് ഇല്ല. അപ്പോൾ 0 ഇട്ട് എഴുതാം, 0i. കണ്ടോ? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമ്മൾ A + IB ഫോമിലാക്കുമ്പോൾ എന്താണ് കിട്ടുന്നത്?
5/8 പ്ലസ് 0i എന്നാണ് കിട്ടുന്നത്. ഒന്ന് എഴുതി നോക്കൂ. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. a+ib ഫോമിൽ തന്നെ എഴുതാനുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്, -i ഇൻറ്റു 2i ഇൻറ്റു -1/8i ദ ഹോൾ ക്യൂബ്. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇതെങ്ങനെ ചെയ്യാം? ഇതേപോലെ a+ib ഫോമിലാക്കാൻ ആദ്യം ഇവിടുത്തെ നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടെ 1 ആണല്ലോ. -1 ഇൻറ്റു 2 ഇൻറ്റു -1/8 അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? മൈനസ് മൈനസ് പ്ലസ് ആവും. അങ്ങനെ എഴുതിയാൽ പറ്റില്ല, ഇവിടെ ക്യൂബ് ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു സ്റ്റെപ്പ് കൂടെ അധികം എഴുതാം. -i ഇൻറ്റു 2i ഇൻറ്റു -1/8iയുടെ ക്യൂബ്. മൈനസ് നെഗറ്റീവ് നമ്പേഴ്സിന്റെ ക്യൂബ് എടുക്കുമ്പോൾ നെഗറ്റീവ് തന്നെ വരും. -1 ക്യൂബ് 1 ആണ്. ബൈ 8 ക്യൂബ് എന്ന് പറഞ്ഞാൽ 256. ശരിയല്ലേ? 8ന്റെ ക്യൂബ് 256. i ക്യൂബ് അതുപോലെ ഇല്ല. ഇനി ഇത് മൾട്ടിപ്ലൈ ചെയ്യാം. ഈ നമ്പേഴ്സ് മൈനസ് മൈനസ് പ്ലസ് ആവും. 1 ഇൻറ്റു 2 ഇൻറ്റു 1/256 ആകുമ്പോൾ 2/256. ശരിയല്ലേ? ഇവിടെ -1 2, ഇവിടെ -1/256. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 ഇൻറ്റു 1 2, മൈനസ് മൈനസ് പ്ലസ് ആയി. 2/256 ഇൻറ്റു ഇവിടെ i, ഇവിടെ വീണ്ടും i ക്യൂബ്. അത് i റൈസ് ടു എന്താവും? 5 ആകുമല്ലോ. i റൈസ് ടു 5 ഈക്വൽ ടു, ഇത് കട്ട് ചെയ്യാം. 256 ഇത് ഹാഫ് എടുക്കുമ്പോൾ 1/128 എന്നല്ലേ വരണം. 1/125 28 1/128 സിംപ്ലിഫൈ ചെയ്യുമ്പോൾ i റൈസ് ടു 5 എന്താണ്? നേരത്തെ പറഞ്ഞു 1 -1 i -i. i റൈസ് ടു 5 എന്ന് പറയുമ്പോൾ i റൈസ് ടു 4 പ്ലസ് 1, 4ന്റെ പവർ പ്ലസ് 1. ഐയുടെ പവർ 4ന്റെ മൾട്ടിപ്പിൾ അല്ലെ? 4ന്റെ മൾട്ടിപ്പിൾ പ്ലസ് 1. ഐയുടെ പവർ 4ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ 1 ആയിരിക്കും. 4ന്റെ മൾട്ടിപ്പിൾ പ്ലസ് 1 അതാണല്ലോ 5. അപ്പോൾ ആൻസർ എന്ത് ചെയ്തു? i. ഇതാണ് ആൻസർ. 1/128i. അവിടെ ഇതിനെ എങ്ങനെ എഴുതാൻ നമുക്ക് മാറ്റി? ഇപ്പോൾ ഇമാജിനറി പാർട്ട് മാത്രമേ ഉള്ളൂ, റിയൽ പാർട്ട് ഇല്ല. അപ്പോൾ അതിന് 0 കൊടുക്കാം. 0 പ്ലസ് 1/128i. കണ്ടോ? അപ്പോൾ ജനറൽ ഫോമിൽ എഴുതുമ്പോൾ 2 ടേം ആയിട്ട് എഴുതണം. അതിൽ റിയൽ പാർട്ടും വരണം, ഇമാജിനറി പാർട്ടും വരണം. ഇവിടെ ഇപ്പോൾ i വരുന്ന ആ പാർട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആദ്യത്തിന് എന്ത് കൊടുക്കാം? 0 കൊടുക്കാം. മനസ്സിലാക്കി എഴുതാം കേട്ടോ. അപ്പോൾ ഒരു പ്രാവശ്യം പറയാൻ പറ്റും. നിങ്ങൾ ഈ വീഡിയോ ഒന്നുകൂടി കണ്ട് മനസ്സിലാക്കി എഴുതിയാൽ മതി. ഓക്കെ, എഴുതും. ഇതിലൊരു ചെറിയ മിസ്റ്റേക്ക് വന്നായിരുന്നു. 8ന്റെ ക്യൂബ് എഴുതുമ്പോൾ 256 512 ആണ്. 8ന്റെ ക്യൂബ് എത്രയാണ്? 512 ആയിരുന്നു. അപ്പോൾ അത് ശ്രദ്ധിച്ചോളാം. 2/512 ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇത് കട്ട് ചെയ്യുമ്പോൾ ഇവിടെ 256 അതൊന്ന് ശ്രദ്ധിച്ചോളാം. ഞാൻ അത് ഓർമ്മിച്ചില്ല. 256 ഇങ്ങനെയാണ് വരുന്നത്. 2/512 ആണ്. 512 ഇത് കട്ട് ചെയ്യുമ്പോഴാണ് ഇത് വരുന്നത് 256 വരുന്നത്. 1/256 ആയി. അങ്ങനെയാണേ. ഒന്ന് ക്ലിയർ ചെയ്തു. ഓക്കെ അല്ലേ? പിന്നെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതുപോലെ a+ib ഫോമിൽ ആക്കാനുള്ള മറ്റൊന്ന്. a+ib ഫോമിലാക്കാനുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ 5 - 3i ദ ഹോൾ ക്യൂബ് ആണ്. 5 - 3i ദ ഹോൾ ക്യൂബ് ഇങ്ങനെയാണ്. അപ്പോൾ ഇത് നമ്മൾ 9ാം സ്റ്റാൻഡേർഡിലൊക്കെ പഠിക്കുന്നതാണ്. a - b ദ ഹോൾ ക്യൂബ് ഫോമാണ്. എന്താണ് a - b ദ ഹോൾ ക്യൂബ്? അത് അതിനെ എഴുതുക.
എ മൈനസ് ബി ദ ഹോൾ ക്യൂബ് എന്ന് പറഞ്ഞാൽ എ ക്യൂബ് മൈനസ് 3a² b പ്ലസ് 3ab² മൈനസ് ബി ക്യൂബ്. പഠിച്ചിട്ടുണ്ടോ? എ മൈനസ് ബി ദ ഹോൾ ക്യൂബ് ഫോമിലുള്ള ക്വസ്റ്റ്യൻ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? എ ക്യൂബ് മൈനസ് 3a² b പ്ലസ് 3ab² മൈനസ് ബി ക്യൂബ്. ഇവിടെ പ്ലസ് ആയിരുന്നെങ്കിലോ? എ പ്ലസ് ബി ദ ഹോൾ ക്യൂബ് ആണെങ്കിൽ ഇവിടെ എല്ലാം പ്ലസ് വരും. എ പ്ലസ് ബി ദ ഹോൾ ക്യൂബ് ആണെങ്കിൽ ആൻസർ എ ക്യൂബ് പ്ലസ് 3a² b പ്ലസ് 3ab² പ്ലസ് ബി ക്യൂബ്. അങ്ങനെയാണ് വരുന്നത്. ഇവിടെ ഇപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. എ മൈനസ് ബി ദ ഹോൾ ക്യൂബ് ഫോമാണ്. ആദ്യം 5 ക്യൂബ് മൈനസ് 3 ഇൻറ്റു 5² ഇൻറ്റു ബി എന്താണ്? 3i പ്ലസ് 3 ഇൻറ്റു എ b². 3 ഇൻറ്റു 5 ഇൻറ്റു ബി 3i ആണ് അതിൻ്റെ സ്ക്വയർ മൈനസ് ബി ക്യൂബ് 3i ദ ഹോൾ ക്യൂബ്. ശ്രദ്ധിച്ച് ഇരിക്കണം. 5 ക്യൂബ് ആകുമ്പോൾ 125 മൈനസ് 3 ഇൻറ്റു 5² ആകുമ്പോൾ 25 ഇൻറ്റു 3i പ്ലസ് 3 ഇൻറ്റു 5 ഇൻറ്റു 3² 9i² മൈനസ് 3 ക്യൂബ് ആകുമ്പോൾ 27i ക്യൂബ് ഈക്വൽ ടു 125 മൈനസ് ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 25 ഇൻറ്റു 3 75 ഇൻറ്റു 3 75 ഇൻറ്റു 3 എടുക്കണം. എന്താണ് 75 ഇൻറ്റു 3 എത്ര വരും? 225 അല്ലേ? 225i പ്ലസ് ഇതെല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്യണം. 3 ഇൻറ്റു 5 ഇൻറ്റു 9 3 ഇൻറ്റു 5 ഇൻറ്റു 9 ആകുമ്പോൾ 5 ഇൻറ്റു 3 15 ഇൻറ്റു 9 എടുക്കുക. എത്ര വരും? 3 അല്ലേ? 135 ഇൻറ്റു i² ആകുമ്പോൾ -1 ആണ്. i² -1 അല്ലേ? മൈനസ് 27 ഇൻറ്റു i ക്യൂബ് എന്താണ്? i ക്യൂബ് i² -1 ആണ്. നേരത്തെ പറഞ്ഞതാണ്. i² -1 ആണ്. i ക്യൂബ് ആകുമ്പോൾ i² ഇൻറ്റു i എന്നല്ലേ പറഞ്ഞത്? -1 ഇൻറ്റു i. അപ്പോൾ എന്ത് വരും? -i ആണ്. ഇനി ഇതിനെ ഒന്ന് അറേഞ്ച് ചെയ്യുമ്പോൾ 125 125 മൈനസ് 225i. ഇവിടെ ഐയുടെ ടേം ഇല്ല. മൈനസും പ്ലസും മൈനസ് ആവും. -135 മൈനസ് പ്ലസ് ആവും. പ്ലസ് 27i. ഇത്രയാണ് വരുന്നത്. ഇനി ഇത് എന്ത് ചെയ്യണം? അറേഞ്ച് ചെയ്യണം. ഇവിടെ ഇപ്പോൾ റിയൽ നമ്പർ ആയിട്ട് രണ്ടെണ്ണം വരുന്നുണ്ട്. 125 ഉണ്ട് -135 ഉണ്ട്. അപ്പോൾ ഇത് വലുത് ഇതാണല്ലോ. മൈനസ് ചെയ്ത് സൈൻ കൊടുക്കുമ്പോൾ -10 എന്ന് വരും. -225i ഉണ്ട് പ്ലസ് 27i ഉണ്ട്. 225 നിന്നും 27 മൈനസ് ചെയ്താൽ 198 അല്ലേ വരുന്നത്? 198 ആയി. ആൻസർ -10 -198i. കണ്ടോ? അപ്പോൾ എ മൈനസ് ബി ദ ഹോൾ ക്യൂബ് ഫോമാണ്. അതെന്താണ്? എ ക്യൂബ് മൈനസ് 3a² b പ്ലസ് 3ab² പ്ലസ് ബി ക്യൂബ്. അത് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുന്നു. എക്സ്പാൻഡ് ചെയ്ത് ടേം എല്ലാം ഞാൻ കാൽക്കുലേഷൻ വരെയും സൈഡിൽ എഴുതിയിട്ടിട്ടുണ്ട്. അതെല്ലാം നോക്കി നമ്മൾ ചെയ്ത് വരുമ്പോൾ കിട്ടുന്ന ആൻസർ -10 -198i എന്നാണ്. വ്യക്തമായിട്ട് നോക്കി മനസ്സിലാക്കി എഴുതണം. ഇതിൽ പ്ലസ് ഇട്ട് വന്നു കഴിഞ്ഞാൽ എ പ്ലസ് ബി ദ ഹോൾ ക്യൂബ് ആവും. അവിടെ എല്ലാം പ്ലസ് ആവും. എ ക്യൂബ് പ്ലസ് 3a² b പ്ലസ് 3ab² പ്ലസ് ബി ക്യൂബ്. വ്യക്തമായിട്ട് എഴുതണേ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. എ പ്ലസ് ഐ ബി ഫോമിൽ എഴുതാൻ അതിലൊരു ഹോംവർക്ക് തരാം. അതെല്ലാവരും ചെയ്യും. ഹോംവർക്ക് ക്വസ്റ്റ്യൻ എന്താ ഇവിടെ എഴുതിയിടാം. ഇപ്പോൾ ചെയ്ത പോലെ എല്ലാവരും ചെയ്യണം. i+3
ദ ഹോൾ സ്ക്വയർ. സിമ്പിളാണ്. i+3 ദ ഹോൾ സ്ക്വയർ വേണം, ഹോൾ ക്യൂബ് ഫോം അല്ലേ ഇപ്പോൾ ചെയ്ത്. സ്ക്വയർ ഫോം നിങ്ങൾക്ക് ചെയ്ത് നോക്കാം, വേണം അതും തരാം. 2i+5 ദ ഹോൾ സ്ക്വയർ. ഇതൊന്ന് ഹോംവർക്കായിട്ട് ചെയ്യണം. ഇതേ മോഡലിൽ ടെക്സ്റ്റിൽ വീണ്ടും ഒരു ക്വസ്റ്റ്യൻ കൂടി തന്നിട്ടുണ്ട്. 1/3 + 3i ദ ഹോൾ ക്യൂബ്. ഇതും കൂടി ചെയ്യണം. 1/3 + 3i ദ ഹോൾ ക്യൂബ്. അപ്പോൾ ഇവിടെ എ 1/3 ആണ്, ഡി എന്താണ് 3i ആണ്. നേരത്തെ ഫോർമുല പറഞ്ഞല്ലോ, ആ ഫോമിൽ എല്ലാവരും ചെയ്ത് നോക്കണം. സംശയമുള്ളത് നമുക്ക് പിന്നെ അത് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ a+ib ഫോമിൽ എഴുതാനുള്ള മറ്റൊരു ക്വസ്റ്റ്യനാണ്. ക്വസ്റ്റ്യൻ ഇതാണ്: i⁻9 + i⁻19. കണ്ടോ? അപ്പോൾ ഇത് ഐയുടെ വലിയ പവേഴ്സ് തന്നെയാണ്. i⁻9 പ്ലസ് അടുത്ത ടേമായിട്ട് i⁻19. ഇങ്ങനെ വരുമ്പോൾ i⁻9 എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു, അതിങ്ങനെ വേണമെങ്കിൽ എഴുതി നോക്കാം. 1 ഇവിടെ -1 i -i ഇങ്ങനെ ആണല്ലോ പറഞ്ഞത്. i⁻9 ആകുമ്പോൾ i⁻9 എന്ന് പറഞ്ഞാൽ 8 + 1 അല്ലേ. എന്തിനാണ് ആ 8 + 1 എന്ന് എഴുതിയത്? i⁻4ന്റെ പവർ. 4ന്റെ പവേഴ്സ് വരുമ്പോൾ എപ്പോഴും 1 ആണെന്ന് പറഞ്ഞു. അപ്പം 4ന്റെ പവർ +1 ആകുമ്പോൾ എന്തായിരിക്കും? i. അപ്പോൾ i⁻9 എന്താണ്? i ആണ്. പ്ലസ് i⁻19 ഇതേപോലെ എന്തായിരിക്കും? i⁻19 എന്ന് പറഞ്ഞാൽ 16 + 3 അല്ലേ. 16ഉം 3ഉം ആഡ് ചെയ്യുമ്പോഴല്ലേ 19 കിട്ടുന്നത്. 16 ആകുമ്പോൾ 4ന്റെ മൾട്ടിപ്പിൾ ആണ്. 4ന്റെ മൾട്ടിപ്പിൾ +3 ആകുമ്പോൾ ആൻസർ എന്ത് വരും? -i. കണ്ടോ? i + -i. ഐയും -i അവിടെ 0 ആണ്. അപ്പോൾ 0 ഇങ്ങനെ വരുമ്പോൾ അതിൻ്റെ ജനറൽ ഫോമിൽ എഴുതുമ്പോൾ 0 + 0i. ഒരു 0 കോംപ്ലക്സ് ആണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യാം. ഇവിടെ ഐയുടെ പവേഴ്സ് നമ്മൾ സൈഡിൽ കണ്ടുപിടിക്കുന്നു. അത് കണ്ടുപിടിക്കാനുള്ള എളുപ്പവഴിയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. എന്താണ്? 1 -1 i -i. 4ന്റെ പവേഴ്സ് വന്നാൽ 1 ആണ്. 4ന്റെ പവർ +1 വന്നാൽ i ആണ്. 4ന്റെ പവർ +2 വന്നാൽ -1 ആണ്. 4ന്റെ പവർ +3 വന്നാൽ -i ആണ്. ഈ 4 നമ്പേഴ്സ് ഇങ്ങനെ കറങ്ങി വരും. ഓക്കെ, അപ്പോൾ ഇതും എഴുതണം. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ a+ib ഫോമിൽ തന്നെ എഴുതാനാണ്. ക്വസ്റ്റ്യൻ ഇതാണ്: i⁻39. i⁻39 എങ്ങനെ ചെയ്യാം? ഈക്വൽ ടു i⁻39 ആകുമ്പോൾ ഐയുടെ പവേഴ്സ് i⁻39 അടുത്ത് വരുന്ന 4ന്റെ പവർ 36 ആണല്ലോ. 9 × 4 അല്ലേ 36. 36 + 3. അപ്പോൾ നേരത്തെ എഴുതിയ പോലെ 1 -1 i -i. ഇങ്ങനെ വരുമ്പോൾ 4ന്റെ പവർ എടുക്കുമ്പോൾ 1 ആണ്. +1 +2 +3 39 ആകുമ്പോൾ ആൻസർ എന്ത് വരും? -i. ഇതിൻ്റെ ജനറൽ ഫോമിൽ എഴുതുമ്പോൾ 0 + -i. അതിനെ 0 - i എന്ന് എഴുതി. അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. എഴുതി നോക്കൂ. അടുത്ത ക്വസ്റ്റ്യൻ ഇതുപോലെ i⁻39. i⁻39 പ്ലസ് മാറി -i. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ i⁻39 എന്ന് വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ i⁻39 വേണമെങ്കിൽ 1/i⁻39 എന്ന് എഴുതാം. നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. എന്താണ്? a⁻n എന്ന് പറഞ്ഞാൽ 1/a⁻n ആണ്. ഈ പവർ ഇപ്പോൾ നെഗറ്റീവ് പോസിറ്റീവ് ആകാൻ അങ്ങനെ ഡിനോമിനേറ്ററിലേക്ക് കൊണ്ടുവന്നാണ്. അപ്പോൾ 1/i⁻39 ഇപ്പോൾ ചെയ്ത് കഴിഞ്ഞു. കിട്ടിയ ആൻസർ എന്തായിരുന്നു? -i. അപ്പോൾ ഇങ്ങനെയാണ് കിട്ടുന്നത്. 1/-i എന്ന് കിട്ടും. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഇതിനെ നമുക്ക് എഴുതാൻ പറ്റുന്ന -1/i എന്ന് എഴുതാം. -1/i. പക്ഷേ ഇതിലൊരു ചെറിയ പ്രശ്നമുണ്ട്.
നമ്മൾ ജനറൽ ഫോമിൽ എഴുതുമ്പോൾ ഐ ഒരിക്കലും ഇതുപോലെ ഡിനോമിനേറ്ററിൽ വരാൻ പാടില്ല. അപ്പം ഈ ഐ ഇവിടെ നിന്ന് മാറി എ പ്ലസ് ഐ ബി ഫോമിലാക്കണം. അപ്പം അതിന് 9ാം സ്റ്റാൻഡേർഡിൽ ഇറാഷണൽ നമ്പേഴ്സ് പഠിച്ചിട്ടുണ്ട്. ആ ഇറാഷണൽ നമ്പേഴ്സിൽ നമ്മൾ എന്തൊക്കെയാണോ ചെയ്തത് അത് തന്നെയാണ് ഇതേപോലെ ഐ ഡിനോമിനേറ്ററിൽ വരുന്ന കേസിലെല്ലാം നമ്മൾ ചെയ്യേണ്ടത്. ഞാൻ ആദ്യം പറഞ്ഞില്ല എന്നേ ഉള്ളൂ. അപ്പോൾ ഇനി അതിലേക്ക് വരാം. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് ഓർമ്മിക്കുന്നുണ്ടോ? 9ാം സ്റ്റാൻഡേർഡിൽ റാഷണലൈസ് ദ ഡിനോമിനേറ്റർ. ഓർമ്മയുണ്ടോ? ഡിനോമിനേറ്റർ ഒരു റാഷണൽ നമ്പർ ആക്കണം. ഇത് ഇറാഷണലാണ്, 1/√2. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ട് ഈ ഡിനോമിനേറ്ററിൽ വരുന്ന ഇറാഷണൽ നമ്പർ ഏതാണോ അതുകൊണ്ട് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്യണം എന്നാണ് പഠിച്ചത്. അപ്പോൾ 1 × √2 അത് √2 ആവും. √2 × √2 എന്താവും? 2 ആവും. അപ്പോൾ അതിനെ എങ്ങനെ എഴുതാൻ പറ്റും? √2/2 എന്ന് എഴുതാം. അപ്പം അതുപോലെ ഇവിടെ ഒരു കോംപ്ലക്സ് നമ്പറാണ് -1/i ഡിനോമിനേറ്ററിൽ വരുമ്പോൾ ആ ഐ കൊണ്ട് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -1 × i എന്താവും? -i ആവും. ഡിവൈഡഡ് ബൈ i × i എന്താണ്? i². ഇങ്ങനെ വരും. ഈക്വൽ ടു -i/, ഈ i² നമ്മൾ പഠിച്ചു കഴിഞ്ഞു. i² എന്ന് പറഞ്ഞാൽ -1 ആണ്. കണ്ടോ? മൈനസ് കട്ട് ചെയ്ത് പോയിട്ട് i/1 ആൻസർ എന്ത് വരും? i എന്ന് വരും. i എന്ന് പറഞ്ഞാൽ 0 + i എന്ന് എഴുതാമല്ലോ. ഇങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. അപ്പോൾ ശ്രദ്ധിച്ചോളണം. ഡിനോമിനേറ്ററിൽ i വരുമ്പോൾ ആ i കൊണ്ട് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്ത്, അപ്പോൾ കണ്ടോ? -1 × i -i ആവും. i × i i² ആവും. -i/i²ന് പകരം എന്ത് കൊടുക്കുന്നു? മൈനസ് കട്ട് ചെയ്ത് ആൻസർ i എന്ന് കിട്ടും. അത് ഇറാഷണൽ നമ്പറിൽ നമ്മൾ എന്താണോ ചെയ്ത അതുപോലെ തന്നെയാണ് ഇവിടെയും ചെയ്യാനുള്ളത്. അപ്പോൾ ഒന്ന് മനസ്സിലാക്കി എഴുതണം. എഴുതി കഴിഞ്ഞല്ലോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. അടുത്തതും എ പ്ലസ് ഐ ബി ഫോമിലേക്ക് മാറ്റി എഴുതാനുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ അതിൽ ക്വസ്റ്റ്യൻ ഇതാണ് 3 × 7 + i7 + i × 7 + i7. ഇതാണ് ക്വസ്റ്റ്യൻ. 3 × 7 + i7 + i × 7 + i7. അപ്പോൾ ഇത് നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചതാണ്. a × b + c ഫോം. ഓർമ്മയുണ്ടോ? 8ാം സ്റ്റാൻഡേർഡിൽ പഠിച്ചതാണ്. a × b + c. ഈ ഫോമിൽ വന്നാൽ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ a × b ab + a × c ac. ഇങ്ങനെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ഈ രണ്ട് ടേമിലും ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് എന്ത് ചെയ്യണം? നമ്മൾ അറേഞ്ച് ചെയ്യണം. അങ്ങനെയാണ് ചെയ്യാറ്. ഇപ്പോൾ ശ്രദ്ധിച്ചോ, നോക്കാം. 3 × 7 21 + 3 × 7i 21i + i × 7 7i. ഞാൻ എഴുതുന്ന ഒത്തിരി ചെറുതായി പോകുന്നുണ്ട്. അത് നിങ്ങൾ പിന്നീട് അത് കണ്ട് ഞാൻ പറയും കൂടെ ചെയ്യുന്നുണ്ടല്ലോ, അത് മനസ്സിലായിക്കോളാം. ബോർഡിൽ ഇപ്പോൾ ഇങ്ങനെ എഴുതിയിടാൻ പറ്റും, അല്ലെങ്കിൽ മൊത്തം ഈ ബോർഡിനകത്ത് നിൽക്കില്ല. പ്ലസ് i × i ആകുമ്പോൾ i² ആണ്. അപ്പോൾ 7i². ഇങ്ങനെയല്ലേ വരണം. 7 × 3 21 + 21i + 7i + 7i² ഈക്വൽ ടു 21 പ്ലസ് ഇത് രണ്ടും കൂടി ആഡ് ചെയ്യാൻ 21iയും 7iയും കൂടെ ആഡ് ചെയ്യുമ്പോൾ 28i എന്ന് വരും. 7i². i² എന്താണെന്ന് പഠിച്ചു? -1 ആണ്. അപ്പോൾ 7 × -1 അതെന്താവും? -7. ഇനി റിയൽ നമ്പേഴ്സ് രണ്ടെണ്ണം കാണുന്നു, 21 ഉം -7. 21 - 7 എടുക്കുമ്പോൾ 14 പ്ലസ് 28i. ആൻസർ എന്ത് വരും? 14 + 28i. എളുപ്പമാണ്, എഴുതും.
അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. അടുത്ത ക്വസ്റ്റ്യനും ഇതുപോലെ A+IB ഫോമിൽ ആക്കാനുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ അതിൽ ക്വസ്റ്റ്യൻ ഇതാണ് 1 - I -1 + 6I. ഇതെങ്ങനെ നമുക്ക് A+IB ഫോമിലേക്ക് മാറ്റാം? ഇപ്പോൾ ചെയ്ത പോലെ നോക്കുക. 1 - I അതുപോലെ എഴുതുന്നു. മൈനസ് കഴിഞ്ഞിട്ട് ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം. മൈനസ് മൈനസ് പ്ലസ് ആവും. +1 മൈനസ് ഇൻറ്റു പ്ലസ് മൈനസ് ആവും. -6 ആവും. കണ്ടോ? മൈനസ് മൈനസ് പ്ലസ് ആയി, പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ് ആയി. ഇനി റിയൽ പാർട്ട് ഇവിടെ 1 ഉം 1 ഉം 2 ഉണ്ടല്ലോ. -Iയും -6Iയും കൂടി ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? -7I. A+IB ഫോമിലായി. റിയൽ പാർട്ടും ഉണ്ട്, ഇമാജിനറി പാർട്ടും ഉണ്ട്. ചെയ്ത് നോക്കും. അടുത്ത ഈ മോഡലിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ഹോംവർക്കായിട്ട് ചെയ്യണം. ഹോംവർക്ക് ക്വസ്റ്റ്യൻ ഇതാണ്. ക്വസ്റ്റ്യൻ ഞാൻ എഴുതിയിടാം. 1/5 + I × 2/5 -4 + I 5/2. 5/2I അങ്ങനെ എഴുതിയാലും മതി. ഇവിടെ 2/5I അങ്ങനെ എഴുതാം. അപ്പോൾ ഇത് മൈനസ് ചെയ്ത് റിയൽ പാർട്ട് ഇമാജിനറി പാർട്ട് തിരിച്ച് 2 ടേം ആക്കി എഴുതണം. ഇതുപോലെ ഒരെണ്ണം കൂടി ഹോംവർക്കായിട്ട് ചെയ്യണം. 1/3 + 7/3I +4 + 1/3I മൈനസ് കഴിഞ്ഞ് ബ്രാക്കറ്റിനകത്ത് -4/3 + I. ഇത് ചെയ്യുമ്പോൾ ഇത് ഓക്കെയാണ്. ഇതും പ്രശ്നമില്ല. ഇവിടെ മൈനസ് കൊണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം. ചെയ്ത് ഇതേ ഫോമിലാക്കിയിട്ട് റിയൽ നമ്പേഴ്സ് 3 കൂടി ആദ്യം ആഡ് ചെയ്യണം. പിന്നെ ഇമാജിനറി പാർട്ട് I വരുന്ന പാർട്ടെല്ലാം കൂടി ആഡ് ചെയ്ത് എഴുതണം. ഫ്രാക്ഷനാണ്. അപ്പോൾ LCM എടുത്ത് എങ്ങനെയാണോ നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ഇത് ഹോംവർക്കായിട്ട് എല്ലാവരും ചെയ്തു കഴിക്കണം. ക്വസ്റ്റ്യൻ എഴുതുക. അപ്പോൾ ഇന്ന് ഇത്രയാണ്. ഈ ഹോംവർക്കുകളെല്ലാം കൃത്യമായിട്ട് ചെയ്യണം. 3 ക്വസ്റ്റ്യൻ ഇപ്പോൾ അവസാനം തന്നിട്ടുണ്ട്. ആദ്യം 2 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഇത്രയും ചെയ്തിട്ട് അടുത്ത ക്ലാസ്സിൽ വരണം. ഓക്കെ.